കാസർകോട്ട് എൻഡോസൾഫാൻ ദുരിതബാധിതയായി ഒരാൾ കൂടി മരിച്ചു. ബദിയടുക്ക പള്ളത്തടുക്കയിലെ 18 വയസ്സുകാരി കവിതയാണ് ഇന്ന് രാവിലെ കാസർകോട് ജനറൽ ആശുപത്രിയിൽ മരിച്ചത്. രോഗം അധികമായതിനെ തുടർന്ന് ഇന്നലെയാണ് കവിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എൻഡോസൾഫാൻ ദുരിതത്തിനിരയായ കവിതയ്ക്ക് നാക്കിൽ അർബുദം ബാധിക്കുകയായിരുന്നു. ബദിയടുക്കയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടിയിരുന്ന കവിതയ്ക്ക് രോഗം കൂടുതലാണെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കവിതയുടെ പിതാവ് വെങ്കപ്പ നായിക് എൻഡോസൾഫാൻ രോഗബാധയെ തുടർന്ന് 3 വർഷം മുൻപാണ് മരിച്ചത്. സാമ്പത്തികമായിട്ട് ഇവർക്ക് തീരെ കഴിവില്ലാതെ അവര് ഒരേട്ടൻ കൂലിപ്പണിക്ക് പോകും. രാമചന്ദ്രൻ ചെറിയവൻ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നു സൊസൈറ്റിയിൽ ബദിയടുക്കയിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇല്ലത് ഈ ചെറിയക്കൻ അവരെ മരുന്നിനും നമുക്ക് വിളിച്ചുകൊണ്ട് വണ്ടി കൂലിക്കും ഇവർക്ക് സമ്മതിക്കുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്. വെങ്കപ്പ നായിക്കിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 50,000 രൂപ ലഭിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം മറ്റു സഹായങ്ങളൊന്നും ഈ കുടുംബത്തിന് കിട്ടിയിരുന്നില്ല. കവിതയുടെ ഒരു സഹോദരനും രോഗബാധയുണ്ട്. മനോരമ